ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേഷം എന്നുള്ളത് ഒരു മനുഷ്യന്റെ അടയാളമാണ്. വ്യക്തിത്വത്തിന്റെ, സംസ്കാരത്തിന്റെ, മറ്റു പലതിന്റെയും ഒരു സൂചകമാണ് മനുഷ്യന്റെ വേഷം. വസ്ത്രധാരണത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നല്ല വേഷത്തിന് വേണ്ടി, നല്ല വസ്ത്രത്തിന് വേണ്ടി നന്നായി പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ആളുകളെ അവരുടെ പലതിനെയും അളക്കാറുള്ളത് വസ്ത്രത്തെയും വേഷത്തെയും ഒക്കെ നോക്കിയാണ്. മാന്യമായ വേഷവിധാനം ഒരു മനുഷ്യന് പലപ്പോഴും നല്ല ആത്മവിശ്വാസം നൽകാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് വസ്ത്രമെന്ന ഒരു കാര്യത്തെ ഇസ്ലാം പഠിപ്പിച്ചത്. സൂറത്ത് അഅറാഫിലെ 26-27 ആയത്തുകൾ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. സ്വർഗത്തിലേക്ക് ആദം നബിയെയും ഹവ്വ ബീവിയെയും അല്ലാഹു പ്രവേശിപ്പിച്ചു. അവരോട് ഒരു മരത്തിലെ പഴം കഴിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് സ്വർഗത്തിൽ അനശ്വരത ലഭിക്കാൻ, എന്നൊന്നും ജീവിക്കാൻ ആ മരത്തിലെ പഴം കഴിക്കണമെന്ന് പിശാച് അവരുടെ മനസ്സിൽ അവരെ നിരന്തരമായി അതിന് പ്രേരിപ്പിച്ചു. അവസാനം അവർ ഏതൊരു മരം അതിലേക്ക് സമീപിക്കരുത്, നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു ഏതൊരു മരത്തെ കുറിച്ച് പറഞ്ഞു. അതിലെ പഴം അവർ കഴിച്ചു. അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നിട്ടില്ലാത്തൊരു ബോധം അവരുടെ മനസ്സിലുണ്ടായി. അവരുടെ നഗ്നത അവർക്ക് പ്രകടമാകാൻ തുടങ്ങി. നാണം അവരിലുണ്ടായി. ഖുർആൻ പറയുന്നത് സ്വർഗത്തിലെ ഇലകൾ പറിച്ച് അവരുടെ നാണം മറക്കാൻ അവർ പരിശ്രമിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആൻ അതൊക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. യാ ബനി ആദം, ഹേ മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ, നിങ്ങൾക്കൊരു അലങ്കാരമായി, നിങ്ങളുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടി നാം നിങ്ങൾക്ക് വേഷം ഇറക്കി തന്നു, വസ്ത്രം അവതരിപ്പിച്ച് ഇറക്കി തരികയുണ്ടായി, വസ്ത്രം നൽകുകയുണ്ടായി. അപ്പൊ നമ്മുടെ നാണം മറക്കാനുള്ള വേഷവിധാനം അള്ളാഹു നൽകിയ
ഒരു അനുഗ്രഹമാണ്. എന്നാൽ തഖ്വയാണ് ഏറ്റവും ഉത്തമമായ വേഷം. അല്ലാഹു പറയാണ്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ ആദമിനെയും ഹവ്വയെയും പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും ആ പിശാച് പിഴപ്പിക്കാതിരിക്കട്ടെ. ശൈത്വാൻ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ. ഏതുപോലെ? നിങ്ങളുടെ മാതാപിതാക്കളെ, ആദിമ പിതാവിനെയും ആദിമ മാതാവിനെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ. എങ്ങനെയാണ് പുറത്താക്കിയത്? അവർക്ക് അവരുടെ നഗ്നത അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നതിലൂടെ പ്രകടമാവുകയുണ്ടായി. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങളെ, ആ പിശാചുക്കളെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവനും അവന്റെ സമൂഹവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. ഇന്നാ ജഅൽനാ ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. പിശാചുക്കൾ അവിശ്വാസികളുടെ മിത്രങ്ങളാകുന്നു. പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? നിങ്ങൾക്ക് നാം വേഷം നൽകി, വസ്ത്രം നൽകി. അത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണത്? നിങ്ങളുടെ നഗ്നത മറക്കാനും നിങ്ങൾക്കൊരു അലങ്കാരവുമായിക്കൊണ്ട്. ഇനി ആ വേഷം അഴിച്ചു മാറ്റാൻ പിശാച് പല പല രൂപങ്ങളിൽ വരും. ശൈത്വാൻ നിങ്ങളെ പിഴപ്പിക്കും. എന്നിട്ട് നിങ്ങളുടെ നഗ്നത അവൻ വെളിവാക്കും. നിങ്ങളുടെ ആദിമ പിതാവിന്റെയും മാതാവിന്റെയും നഗ്നത അവർക്ക് വെളിപ്പെടുത്തിയതുപോലെ അതുണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ചുറ്റുപാടും ഒന്ന് ചിന്തിക്കുക, ഒന്ന് കണ്ണോടിക്കുക, ഒന്ന് ആലോചിക്കുക. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ്, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് പലപ്പോഴും നമ്മുടെ നഗ്നത പിശാച് പുറത്തു കാണിപ്പിച്ചത് തുടങ്ങിയത്. വേഷവിധാനത്തിൽ നമ്മൾ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് പിന്നോട്ട് പോയത്. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വസ്ത്രം എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കുറെ നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വേഷവിധാനത്തിലും ചില മത നിയമങ്ങളുണ്ട്. അത് മനുഷ്യനൊരു ഭാരമല്ല, മറിച്ച് മനുഷ്യന് കുറേയധികം സൗകര്യങ്ങളാണ്. നോക്കൂ, മതത്തിന്റെ ഒരു ദൈവീകത കൂടിയാണ്. എവിടെയൊക്കെയാണ് മതനിയമങ്ങൾ ഉള്ളത്? പൊതുവിൽ ഇങ്ങനെ ഇസ്ലാം അല്ലാത്ത സംവിധാനങ്ങൾ എടുത്തു വയ്ക്കാം. മിക്കവാറും ആരാധനകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുള്ളൂ. അതിൽ തന്നെ പരിമിതമാണ് പലതിന്റെയും നിയമങ്ങൾ. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്കും പൗരോഹിത്യത്തിനും മതാചാര്യന്മാർക്കും തോന്നിയത് എന്താണോ അത് മതനിയമങ്ങളായി കൊണ്ടുവരുന്ന രീതിയാണ് മഹാഭൂരിഭാഗവും ഉള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അംഗശുദ്ധി വരുത്തേണ്ടത് എങ്ങനെയെന്ന്, ഉളു ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മതത്തിലുണ്ട്. അതിന് വേറെ ആരും പുതിയതായി നിർമ്മിച്ചുണ്ടാക്കേണ്ടതില്ല. നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണ്, ഹജ്ജ് നൽകി നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എല്ലാം ഇസ്ലാമിലുണ്ട്. ചെരുപ്പ് ധരിക്കേണ്ടത് എങ്ങനെയെന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട്. മുടി ചീകേണ്ടത് എങ്ങനെയെന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടതും പുറത്തു കടക്കേണ്ടതും എങ്ങനെയെന്ന് മതം പഠിപ്പിച്ചിട്ടുള്ളതുപോലെ എന്തു വേഷം ധരിക്കണം, എങ്ങനെ ധരിക്കണം, എന്ത് ധരിച്ചുകൂടാ എന്നതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. അഥവാ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യൻ കടന്നു വന്നിവിടെ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കണമെന്ന് സമ്പൂർണമായ ഒരു മാർഗദർശിയെയാണ് മനുഷ്യൻ ആശ്രയിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായും ഖുർആനും സുന്നത്തും നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പൂർണ്ണമായിട്ടും അത് ഇസ്ലാമിന്റെ വലിയ ഒരു മഹത്വമാണ്, ഇസ്ലാമിന്റെ ദൈവീകതയുടെ അടയാളമാണ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള മതമാണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. നിങ്ങൾ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? ആദ്യം മതത്തിലെ ഇത്തരം നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, തള്ളിക്കളയാനുള്ളതല്ല, അവഗണിക്കാനുള്ളതല്ല, പരിഹസിക്കാനുള്ളതല്ല. രണ്ടു മൂന്ന് തരത്തിൽ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായ അശ്രദ്ധയോടുകൂടി കാണുന്നു. അതിലൊക്കെ എന്താ കാര്യം എന്ന് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ. ഞാൻ പറഞ്ഞത് വേഷവിധാനത്തെ കുറിച്ചാണ്. എന്റെ വസ്ത്രം ഇസ്ലാമിക വേഷവിധാനമാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ, അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു ഭാഗത്ത് അത് പൂർണ്ണമായും പാലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്.
വേറൊരു ഭാഗത്ത് മുസ്ലിമായിരുന്നിട്ട് പോലും അതിനെ അവഗണിക്കുകയും ഒരു വേള അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ നിയമങ്ങളാണെന്നും നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ സക്കാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ ഹജ്ജ് നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ സദഖ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ ഖുർആൻ ഓതണമെന്ന് പഠിപ്പിച്ചതുപോലെ വസ്ത്രധാരണ രംഗത്തും എനിക്ക് ചില നിയമങ്ങളുണ്ട്, ഞാനത് പാലിക്കണമെന്ന ചിന്തയും ബോധവും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. അത് മാക്സിമം പാലിക്കാൻ ശ്രമിച്ചിട്ടും എവിടെയെങ്കിലും വീഴ്ച വരുന്നുവെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു പുറത്തു തന്നേക്കാം. പക്ഷെ ഇതെനിക്ക് പാലിക്കാനുള്ളതാണ്, ഇതിന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കണം എന്ന കാര്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. വേഷവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വളരെ 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 കുറച്ചേ ഉള്ളൂ, കുറച്ച് നിയന്ത്രണങ്ങളേ ഉള്ളൂ. പൊതുവിൽ മുആമലാത്തുകളാണ് വേഷവിധാനങ്ങൾ, മുആമലാത്തുകളിലാണ് ഉൾപ്പെടുത്തുക മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾ. മുആമലാത്തുകളുടെ അസ്ല് അടിത്തറ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണ്. എല്ലാ ഭൗതിക കാര്യങ്ങളും ഹലാലാണെന്ന് പറയുന്നത്, എല്ലാം ഹലാലാണ്. മതം നിരോധിച്ചതൊഴികെ മനുഷ്യന്റെ ദുനിയവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അസ്ലെന്താ? അത് ഹില്ലാണ്, അനുവദനീയമാണ്. എന്നാൽ ചില കാര്യങ്ങൾ മതം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ചെയ്യാൻ പാടില്ല. ആരാധനകൾ തിരിച്ചാണ്, ആരാധനകളെല്ലാം ഹറാമാണ് മതം അനുവദിച്ചു തന്നതൊഴികെ, മതം പഠിപ്പിച്ചതൊഴികെ. അത് നിർബന്ധമാക്കിയതുണ്ടാവും, സുന്നത്താക്കിയതെന്ന് സുന്നത്തർണ ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും, ചിലത് നിർബന്ധമായി ചെയ്യേണ്ടതുണ്ടാകും. അതുകൊണ്ട് ആ ബിദ്അത്തുകൾ പാടില്ല എന്ന് പറയുന്നത്. മതത്തിലെല്ലാം ആരാധനകളെല്ലാം ഹറാം, ഏതൊഴികെ? ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതൊഴികെ. ഒരാരാധന ചെയ്യണമെങ്കിൽ അതിന് ഖുർആന്റെ സുന്നത്തിന്റെ പിൻബലം വേണം. ആറാമത്തെ ഒരു വക്ത് നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. കാരണം 5 വക്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായി പറഞ്ഞു. ജുമാ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. 2 റക്അത്തെ ജുമാന്റെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. സുബഹ് 3 റക്അത്ത് ആകാൻ പാടില്ല, അത് ഹറാമാണ്. സുജൂദല്ലേ, റുക്വഅല്ലേ, നല്ലതല്ലേ, ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല. പഠിപ്പിച്ചത് 2 റക്അത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫർദ് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ ബിദ്അത്താണെന്ന് പറയുന്നത്. അത് ഹറാമാണ്, കാരണം അത് നബി പഠിപ്പിച്ചിട്ടില്ല. സുബഹയ്ക്ക് മാത്രമുള്ള ഖുനൂത്ത് ബിദ്അത്താണെന്ന് പറയുന്നത്. സുബഹിൽ മാത്രമായ ഒരു ഖുനൂത്ത് അല്ലാഹുവിന്റെ റസൂൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. നബി ജന്മദിനാഘോഷം ബിദ്അത്താണ്, ഹറാമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? മതത്തിൽ അങ്ങനെ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല. മതത്തിൽ ആരാധനകളുടെ അസ്ല് ഹറാം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇസ്ലാമിൽ തെളിവ് വേണം. ഭൗതികമായ കാര്യങ്ങളോ എല്ലാം ഹലാലാണ്. മതം പ്രമാണത്തിൽ പാടില്ല എന്ന് പറഞ്ഞത് വേഷവിധാനവും അങ്ങനെയാണ്, എല്ലാം അനുവദനീയമാണ്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ആ അനുവദനീയമല്ലാത്തതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിലൊന്നാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പട്ടും സ്വർണവും പുരുഷന് ഹറാമാക്കി. അല്ലേ? പ്രവാചകന്റെ ഹദീസ് കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല അഹല്ല ലിഇനാതി ഉമ്മത്തി അൽ ഹരീറ വദ്ദഹബ വഹറമഹു അലാ ദുകൂരിഹാ. എന്റെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടും സ്വർണവും അനുവദനീയമാക്കിയിരിക്കുന്നു. എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അല്ലാഹു അത് ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരിക്കലും ഒരു പുരുഷന്റെ, വിശ്വാസിയായ പുരുഷന്റെ ജീവിതത്തിലേക്ക് ഇത് രണ്ടും കടന്നു വരാൻ പാടില്ല. എല്ലാ വേഷം ധരിക്കാം. ഹറാമായ വേഷം ഏതാണ്? പട്ട് ധരിക്കാൻ പാടില്ല, സ്വർണം ധരിക്കാൻ പാടില്ല. അല്ലെ? ഒരു പുരുഷൻ സ്വർണം അണിയുന്നുവെങ്കിൽ അത് അയാൾക്ക് ഹറാമാണ്. ഒരു പുരുഷൻ സ്വർണം പട്ട് ധരിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ഹറാമാണ്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞ സംഗതിയാണ്. ഇതുപോലെയാണ് മറ്റു മതങ്ങളോട് സദൃശ്യപ്പെടുന്ന വേഷവിധാനങ്ങൾ പാടില്ല. വ്യക്തമായും മറ്റൊരു മതത്തിന്റെ ആചാരമായി അല്ലെങ്കിൽ അവരുടെ വേഷമായി അറിയപ്പെടുന്ന ഒരു വേഷം ഒരു മുസ്ലിം ധരിക്കാൻ പാടില്ല. വേഷം എന്ന് മാത്രമല്ല, മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരാചാരങ്ങളോടും മുസ്ലിം സദൃശ്യപ്പെടാൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു മുസ്ലിം മറ്റൊരു മതത്തോട് സദൃശ്യപ്പെട്ടാൽ, അവരുടെ ആചാരങ്ങൾ അനുകരിച്ചാൽ, അവരുടെ അനുഷ്ഠാനങ്ങൾ അനുകരിച്ചാൽ, അവരുടെ വേഷവിധാനങ്ങളോട് കൂടെ നിന്നാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. വേഷത്തിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ച് നമ്മൾ അതിലേക്ക് പോകാൻ പാടില്ല.
അപ്പൊ ഇതര മതങ്ങളുടെ വ്യക്തമായും അവരുടെ വേഷമാണെന്ന് അറിയപ്പെട്ട ഒരു സംഗതിയിലേക്ക് പോവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഹറാമാക്കിയിട്ട് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് പുരുഷന് സ്ത്രീയുടെ വേഷം ധരിക്കാൻ പാടില്ല, സ്ത്രീക്ക് പുരുഷന്മാരുടെ വേഷവും ധരിക്കാൻ പാടില്ല. ഇതും മതത്തിൽ നിഷിദ്ധമായ കാര്യമാണ്. പുരുഷന്റെ വേഷം പുരുഷന് പുരുഷന്റെ വേഷമായിരിക്കണം, സ്ത്രീക്ക് സ്ത്രീയുടെ വേഷമേ ധരിക്കാൻ പാടുള്ളൂ, അല്ലാത്തതിലേക്ക് പോകാൻ പാടില്ല. നിരവധി ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. ഒന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹീന മിനൽ റിജാലി ബിന്നിസാ, സ്ത്രീകളെ പോലെ രൂപം പ്രാപിക്കുന്ന വേഷം കെട്ടുന്ന പുരുഷന്മാരെയും, വൽ മുതശബ്ബിഹാതി മിനൽ നിസാഇ ബിൽ റിജാൽ, പുരുഷന്മാരെ പോലെ വേഷം സ്വീകരിക്കുന്ന സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വേറെ ഹദീസ് കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സൽ മർഅ, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്ന് വേറെ ഹദീസാണ്. ഇത് ഒന്നിലധികം രണ്ടിലധികം റിവായത്തുകൾ, ധാരാളം റിവായത്തുകൾ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പുരുഷന്റെ വേഷം എന്തായിരിക്കും? അത് പുരുഷൻ ധരിക്കുന്ന വേഷം എന്താണോ അതേ പാടുള്ളൂ. സ്ത്രീകളുടെ വേഷം എന്തായിരിക്കണം? പലപ്പോഴും പുരുഷന്മാരെ നമ്മൾ അത്ര കാണാറില്ല. പലപ്പോഴും പിന്നെ മൂന്നാം ലിംഗക്കാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളാണ് പലപ്പോഴും സ്ത്രീയാണെന്ന് മനസ്സിൽ തോന്നുന്നത് കൊണ്ട് പുരുഷന്മാരുടെ വേഷം അണിഞ്ഞ് രംഗത്ത് വരാറുണ്ട്. അതൊക്കെ മതത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യാപകമായി നമ്മളത് കണ്ടുവരുന്നു. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ അവരാവശ്യപ്പെടുന്നതും പലപ്പോഴും രക്ഷിതാക്കൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും പുരുഷന്മാർ ധരിക്കുന്ന വേഷവിധാനങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാക്കപ്പെട്ട വസ്ത്രമാകുന്നു, അത് അനുവദിക്കപ്പെടാത്ത വസ്ത്രമാകുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന്, ഞെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല, ഞെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. അത് മതം ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച സംഗതിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളത്, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫിന്നാർ, ഞെരിയാണിക്കു താഴെ ഇറങ്ങുന്ന വേഷം അത് നരകത്തിലാകുന്നു. ഇസ്റത്തുൽ മുസ്ലിമി ഇലാ നിസ്ഫി സാഖ്, റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരു പുരുഷന്റെ ഇസാർ എന്ന് പറയുന്നത്, ഇസാർ എന്ന് പറഞ്ഞാൽ അരയുടുപ്പ്, അരക്കു താഴെ ധരിക്കുന്ന വസ്ത്രം അല്ലെ, ഖമീസ് ആണ് മുകളിലെ വസ്ത്രത്തിന് പറയാം. അതിന്റെ അളവ് എത്രയാണ്? ഇലാ നിസ്ഫി സാഖ്, കണങ്കാലിന്റെ നടുഭാഗം വരെ. എന്നിട്ടോ വലാ ഹറജ ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ, എന്നാൽ കണങ്കാലിന് താഴെയും ഞെരിയാണിക്കിടയിലുമുള്ള ഞെരിയാണി വരെ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുവദനീയമാണ്. മാ കാന അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ, ഞെരിയാണിക്കു താഴെയുള്ള വസ്ത്രമാണെങ്കിലോ അത് നരകത്തിലാകുന്നു എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ പറയാറുള്ളത്, മൻജറ പിന്നെ ലിബാസഹു ഹുയല, അഹങ്കാരത്തോടുകൂടി ഒരാൾ വസ്ത്രം വലിച്ചിഴച്ചാൽ അവൻ നരകത്തിലാണ് എന്ന ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾ പറയാറുണ്ട്, എനിക്ക് അഹങ്കാരമില്ല, ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചതെന്ന് പറയാറുണ്ട്. അവര് ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത് ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറഞ്ഞത്? പ്രവാചകൻ പഠിപ്പിച്ചു, ഇയ്യാക വ ഇസ്ബാലൽ ഇസാർ, ഞെരിയാണിക്കു താഴെ വസ്ത്രം ധരിക്കുന്നതിന് നീ സൂക്ഷിക്കണം. ഫഇന്നഹാ മിനൽ മഖീല, ഞെരിയാണിക്കു താഴെ വസ്ത്രം ധരിക്കുന്നതാണ് അഹങ്കാരം, വേറെ അഹങ്കാരത്തിന്റെ ആവശ്യമില്ല. ഞെരിയാണിക്കു താഴെ പോകുന്നതിനെയാണ് ഈ അഹങ്കാരം എന്ന വാക്കുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മള് വളരെ നിസ്സാരമായി കാണുന്നതും ഒരുപക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ അത്ര സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ട്, ഇത് അറിഞ്ഞിട്ടും അതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല എന്നുള്ള ആരോ പറയണ്ടായി. എന്താണ്? ഞെരിയാണിക്ക് താഴെ അരഞ്ചു പോയാൽ നരകത്തിൽ, അരഞ്ചു മുകളിലേക്ക് കയറിയാൽ സ്വർഗത്തിൽ. അരഞ്ചു വസ്ത്രത്തുമയാണോ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇതിനെ പരിഹാസം എന്നാ പറയാം. ഇത് പരിഹാസമാണ്.
അല്ലെ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏത് സംവിധാനം എടുത്തേക്ക് അവിടെ ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവില്ലേ? എല്ലായിടത്തും ഉണ്ടാവും. സ്കൂളുകളിൽ യൂണിഫോം ഉണ്ട്. എന്തിനാ യൂണിഫോം ധരിച്ചു വരാത്ത കുട്ടികൾക്ക് നേരെ സ്കൂൾ അധികൃതർ ആക്ഷൻ എടുക്കുന്നത്? ഇവിടുത്തെ പോലീസ് സംവിധാനം എല്ലാ വേഷവും ധരിക്കാൻ പറ്റുമോ? ഏത് വസ്ത്രം ധരിച്ചാൽ എന്താണെന്നുള്ള ചോദ്യം അവിടെ നമ്മൾ ഉന്നയിക്കൂ. ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനം, ഒരു ജഡ്ജ് ഒരു ടീഷർട്ട് വന്നിരുന്ന് വിധി പറയൂ, ആരെങ്കിലും സമ്മതിക്കുമോ? നമ്മുടെ എവിടെയാകട്ടെ ഒരു വക്കീല് കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോ അയാളുടെ ഗൗണും സംവിധാനങ്ങളും അല്ലാത്തതായിട്ട് ചെന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? എല്ലാ സംവിധാനങ്ങൾക്കും ഒരു യൂണിഫോം ഉണ്ട്, ഒരു സംവിധാനമുണ്ട്, അതിന്റെ ഒരു മാതൃകാ ചട്ടമുണ്ട്. അതിനാരും ചോദ്യം ചെയ്യൂല. ചോദ്യം ചെയ്യൽ അവിടെ മാത്രമാണ് ദീനിന്റെ കാര്യത്തിൽ മാത്രം. മതം പറയുമ്പോൾ ഒരു 100 തരം ന്യായമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയും, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ നമ്മുടെ മനസ്സ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തരം ഡിഫൻസ് മെക്കാനിസമാണ്. എന്ത് തെറ്റ് ചെയ്താൽ, ഞാൻ എപ്പോഴും ഉദാഹരണം പറയാനുള്ള സംഗതി എന്താണ്, താമരശ്ശേരിയിലെ ചെറുപ്പക്കാരൻ ഉമ്മാനെ കൊന്നിട്ട് പറഞ്ഞ വാചകാണ്. ഉമ്മാനെ കൊന്നതിന് ന്യായമുള്ള, പക്ഷെ എന്താ പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ്. അവിടെ ന്യായീകരിക്കാൻ തീരുമാനിച്ചാൽ സ്വന്തം ഉമ്മാനെ കൊന്നവനും ഒരു ന്യായം പറയണ്ടാവും. തിരുവനന്തപുരത്തെ 5 ആളെ ചുറ്റിയ കൊണ്ട് അടിച്ചു കൊന്നവനും ഒരു ന്യായം പറയാണ്ട്. ന്യായമായിട്ട് നമ്മൾ പരിഗണിക്കും. ഞങ്ങൾ കടത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. ഞങ്ങൾ കടബാധ്യതയിലേക്ക് പോയി. 4 വയസ്സുള്ള പെൺകുട്ടിയെ പുഴയിലെറിഞ്ഞ കൊന്ന സ്ത്രീ എന്താ പറഞ്ഞത്? എന്റെ ഒരടുത്ത ബന്ധു ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അതുകൊണ്ടാണ് എറിഞ്ഞിരുന്ന കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ എല്ലാവർക്കും പറ്റും. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് നിൽക്കുന്നുണ്ടോ അതാണ് മതം. പൂർണ്ണമായും മുസ്ലിമാകാൻ കഴിയണം. എനിക്ക് പറ്റണതൊക്കെ ഞാൻ സ്വീകരിക്കും, എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ തള്ളിക്കളയും എന്ന നിലപാട് പാടില്ല. എരിയാണിക്കു താഴെ വേഷം ധരിക്കാൻ പാടില്ല എന്ന സുഹൃത്തുക്കളെ എത്ര ഹദീസുകളിൽ വന്നതാണ്, അല്ലേ? ഇനി അത് ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ സ്റ്റൈലായി രംഗത്ത് വന്നാലോ, അല്ലെ, 3/4 ധരിക്കാൻ ആർക്കും പ്രശ്നമല്ല. അപ്പൊ എല്ലാരും അത് വളരെ സന്തോഷത്തോടെ ധരിക്കും. ഒരു പാൻസ് വാങ്ങി ഞെരിയാണിക്ക് മുകളിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റൈലായി ഇടക്കാലത്ത് വന്നിരുന്നപ്പോണ്ടോ നമുക്കറിയില്ല. അത് അത്ര നിരീക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പൊ എല്ലാരും ധരിക്കും. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞാൽ ധരിക്കും, ഇവിടുത്തെ ഏതെങ്കിലും ഒരു കായിക താരം പറഞ്ഞാൽ നടക്കും. ഒരു മോഡൽ അങ്ങനെ ചെയ്ത ആളുകൾ അതിന്റെ പിന്നാലെ കൂടും. അള്ളാന്റെ റസൂല് പറഞ്ഞാൽ അതനുസരിക്കാൻ ആളില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ മാതൃക അള്ളാന്റെ റസൂലാണ്. നഗ്നത പ്രദർശിപ്പിക്കുന്ന ഓരോ ഷൂട്ടിനും കോടികളും ലക്ഷങ്ങളും എണ്ണി വാങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളല്ല നമ്മുടെ മാതൃക. ഇവിടുത്തെ എല്ലാ തോന്നിയാസങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്ന ലഹരിക്കടിമകളായി ജീവിക്കുന്ന ആളുകളല്ല നമ്മുടെ മാതൃക. അതുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്, ഒരു ഫിത്നയാണ്, ഒരു ബലാഅാണ്. നമ്മൾ പടച്ചോന്റെ ദീനിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷണം, അല്ലേ? ദീൻ അറിയുന്ന ആളുകൾ പോലും പലപ്പോഴും അതിൽ ഭയങ്കരമായ ലാഘവബുദ്ധിയാണ് കാണിക്കാറുള്ളത്. മതം അറിഞ്ഞിട്ടും മതം പഠിച്ചിട്ടും മതപ്രബോധന രംഗത്തുണ്ടായിരുന്നിട്ടും പള്ളി കമ്മിറ്റിക്കാരനായിട്ടും മദ്രസ കമ്മിറ്റിക്കാരനായിട്ടും ഉസ്താദ്മാരായിട്ട് വരെ പലപ്പോഴും പല ആളുകൾക്കും പാലിക്കാൻ പറ്റുന്നില്ല. അത് കല്യാണങ്ങളൊക്കെ പോലെ നമ്മൾ കാണാം, പല ഭയങ്കര മത നേതൃത്വത്തിലുള്ള ആളുകൾ വിദേശത്തേക്ക് പോകുമ്പോ എയർപോർട്ടിൽ നിന്നുള്ള ഫോട്ടോ കാണാം. അതുവരെ വെള്ളത്തിനും ഒക്കെ ഞെരിയാണിക്ക് തൊട്ടും കണങ്കാലിന് നടുബന്ധത്തിൽ ധരിച്ചിരുന്ന ആളുകൾ കാണാം. ഷൂസിന്റെ താഴെയുള്ള പാൻസ് ധരിച്ചിങ്ങനെ ഫോട്ടോ എടുത്തു കൊടുത്തു. ആരെയാണ് വെല്ലുവിളിക്കുന്നത് സുഹൃത്തുക്കളെ? ദീൻ എന്ന് പറയുമ്പോ എയർപോർട്ടിൽ എത്തിയാലും വിദേശത്ത് പോകുമ്പോഴും മറക്കാനുള്ളതാണോ മതം? കല്യാണ വീട്ടിലും ആഘോഷ സമയങ്ങളിലും ചവറ്റുകൊട്ടയിൽ എറിയാനുള്ളതാണോ മതം? നമ്മളെ കുപ്പായം ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തണിയുക, ആവശ്യമില്ലാത്ത വലിച്ചെറിയതാണോ ദീൻ? ടൂർ പോകുമ്പോ ഒരു മതവും, പള്ളി പോകുമ്പോ ഒരു മതവും, എന്തു മതമാണ്? ദീൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പരമാവധി പാലിക്കണം. കഴിയുന്നത്ര മാക്സിമം അതേ പടച്ചോൻ പറഞ്ഞു. കഴിവിന്റെ പരമാവധി നിങ്ങൾ ദീന് പാലിച്ച് ജീവിക്കണം. ഞാൻ പറയുന്നത് അരഞ്ച് ഡ്രസ്സിലാണോ സ്വർഗവും നരകവും എന്ന് ചോദിക്കുന്നത് അത് ഏതെങ്കിലും ഖത്തീബിനോടോ മതപ്രബോധകനോടോ പണ്ഡിതനോടോ ഉള്ള ചോദ്യമല്ല, പ്രവാചകന്റെ സുന്നത്തിനോടുള്ള ചോദ്യമാണ്.
അള്ളാഹുവിന്റെ വഹയിനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാലിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ശുഹറത്തിന് വേണ്ടിയുള്ള വേഷവിധാനം, പ്രശസ്തിക്കു വേണ്ടിയുള്ള വേഷവിധാനം പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ് ദുനിയ അൽബസഹു അല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ. ഇവിടെ ആളാകാൻ വേണ്ടി ഏതെങ്കിലും വേഷവിധാനം ഒരാൾ സ്വീകരിച്ചാൽ പരലോകത്ത് അല്ലാഹു അയാൾക്ക് നിന്ദ്യതയുടെ വേഷം കൊടുക്കുന്നതാണ്. എന്താണ് ശുഹറത്തിന്റെ വേഷവിധാനം? അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്, സൗബു ശുഹറത്തി ലൈസ ലഹു കൈഫിയ്യ. പ്രശസ്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല, അതിങ്ങനെ നിർണയിക്കപ്പെട്ട ഒരു സംഗതിയല്ല. മറിച്ച് എന്താണ് ഇന്നമാ യുറാദു ബിസൗബി ശുഹറത്തി മാ യശ്തഹിറു ബിഹിൽ ഇൻസാൻ. ഒരു മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാകണമെന്ന് കരുതി ധരിക്കുന്നതെല്ലാം ശുഹറത്തിന്റെ വേഷമാണ്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. ഫലിബാസു ശുഹറ ഇദൻ ഹുവ മാ യകൂനു ഖാരിജൻ അൻ ആദാത്തിൻ നാസ് ബിഹൈസു യസ്തഹിറു ലാ യൽബസുഹു വതലവഖഹു അൽസിൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ സാധാരണ ജനങ്ങൾ ധരിക്കുന്ന വേഷം എന്താണോ അതാണ് ഒരു മുസ്ലിമിന്റെ വേഷം. ഒരു നാട്ടിലെ പൊതുസമൂഹം ധരിക്കുന്ന വേഷം എന്താണോ അതാണ് മുസ്ലിമിന്റെ വേഷം. അവിടെ രണ്ട് കാര്യങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു. ഒന്ന്, മനുഷ്യന്റെ ഔറത്ത് മറയുന്നതായിരിക്കണം, അല്ലെ? മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗമാണ് ഔറത്ത്. അതോടൊപ്പം മാന്യതയെ പിന്നെ എന്താ പറയാ നിലനിർത്തുന്നതായിരിക്കണം. ഞെരിയാണിക്ക് താഴെ പോകാൻ പാടില്ലാത്തതാണ്. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചുമല് കൂടി മറയണം, അല്ലെ? പുരുഷന്റെ ഔറത്ത് മുമ്പക്കാളുകൾ പ്രായം ചെന്ന ആളുകളൊക്കെ തുണി മാത്രം മുണ്ട് മാത്രം എടുത്ത് നമസ്കരിക്കുന്നത് കാണാം. അത് ശരിയല്ല. ഒരാൾ ചുമല് മറക്കാതെ നമസ്കരിക്കാൻ പാടില്ല എന്നത് ഹദീസാണ്. ലൈസ അലാ കത്ഫി ഷൈ, ചുമലിലൊന്നുമില്ലാതെ നമസ്കരിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മാന്യമായ പ്രവാചകന്റെ വേഷം എങ്ങനെയായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്തുമുക്കളിന്റെ ഇടയിലാണ് കുപ്പായിടാതെയാണ് പറഞ്ഞിരുന്നത്, ഷർട്ട് ധരിക്കല്ല. പ്രവാചകന്റെ വേഷം മാന്യമായ വേഷമായിരുന്നു. പ്രവാചകൻ അതിഥികളെ കാണാൻ പോകുമ്പോ കുറച്ചുകൂടി നല്ല വേഷമൊക്കെ ധരിച്ചിരുന്നു. ഞാൻ പറയുന്നത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാകാൻ വേണ്ടി ധരിക്കുന്ന വേഷത്തെയാണ് ശൈഖുൽ ഇസ്ലാം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ജനങ്ങൾ സാധാരണ ധരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തനാവുക. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്ന വാചകം കാണാം, കാനു യക്റഹൂന ശുഹറത്തൈൻ. രണ്ട് ശുഹറത്തുകളെ അവർ സലഫുകൾ സ്വഹാബിമാരും താബികളൊക്കെ വെറുത്തിരുന്നതാണ്. ഒന്നെന്താ? അസ്സിയാബുൽ ജിയാദുൽ ലത്തി യസ്തഹിറു ഫീഹാ. സാധാരണ മനുഷ്യർ ധരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ, ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വിലയിലും ക്വാളിറ്റിയിലും ഒക്കെ ഭയങ്കരമായി മുന്തിയ സംഗതി, വ്യത്യസ്തമായ വേഷം ധരിക്കുക, അത് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. രണ്ടാമത്തെ വസിയാബുർ റദീഅത്തുൽ ലത്തി യഹ്തഖിറു ഫീഹാ വയസ്തസില്ലു ദീനഹു. വളരെ താഴ്ന്ന, വളരെ മുഷിഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും മോശമായ വേഷവിധാനങ്ങളാണ് ഒരാൾ ധരിക്കുന്നതെങ്കിലോ അതും ഞങ്ങൾ വെറുത്തിരുന്നതാണ്. ഒന്നിനും കൊള്ളാത്ത വേഷം ധരിക്കാൻ പാടില്ല. സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയിലും രീതിയിലും ആളാകാൻ വേണ്ടി ധരിക്കുന്ന വേഷവും പാടില്ല. ഇത് പൊതുവിൽ നമുക്കിടയിൽ ചർച്ചയില്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് രണ്ടും അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് എല്ലാ കാര്യങ്ങളിലും മതം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും കൃത്യമായ വഴി നമുക്ക് കാണിച്ചു തരുന്നു എന്നത് മതത്തിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിന്റെ ദൈവീകതയുടെ വലിയ അടയാളമാണ്.
ഏതെല്ലാം മേഖലകളിലുണ്ട്. നമ്മുടെ വേഷവിധാനങ്ങളിൽ പോലും അതെങ്ങനെയാകണമെന്ന് വ്യക്തതയോടെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാരുടെ വേഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല, പട്ട് ധരിക്കാൻ പാടില്ല, സ്വർണം ധരിക്കാൻ പാടില്ല, അത് പ്രവാചകനെയാണ് നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെ നിയന്ത്രണങ്ങൾ കൂടുതലും നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതികളാണ്. അതേസമയം സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ നഗ്നത മറയുന്ന, അത് വെളിവാകാത്ത തരത്തിലുള്ള വേഷവിധാനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിക്കുന്നു. സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത് നമുക്കറിയാം. യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം, അവരുടെ മൂടുപടങ്ങൾ അവരുടെ മേലോട് താഴ്ത്തിയിടണമെന്ന്. അഥവാ ഹിജാബ് ധരിക്കണം, ശിരോവസ്ത്രം ധരിക്കണം, തലമറക്കണം. ഇതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മുഖം മറക്കുക എന്നതിൽ നിർബന്ധമാണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർബന്ധമില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്, നിർബന്ധമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ മറക്കുന്നതിനെ എതിർത്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരുമില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വാചകമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരുടെ മുഖമക്കനങ്ങൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന്. അപ്പോ അവരുടെ ഔറത്ത്, അവരുടെ അലങ്കാരങ്ങൾ, ഭംഗി അവർ പ്രകടമാക്കാൻ പാടില്ല. അത് എണ്ണപ്പെട്ട വാപ്പ, പിന്നെ സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് ആളുകളെ എണ്ണി പറയുന്നത് മഹ്റമുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കത് അറിയാവുന്ന സംഗതിയാണ്. ഇവിടെ സ്ത്രീയുടെ നഗ്നതയാണ് സ്ത്രീയുടെ ശരീരത്തിന്റെ കയ്യും മുഖവും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗവും എന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ആ ഭാഗം മുഴുവൻ മറയുന്നതായിരിക്കണം സ്ത്രീയുടെ വേഷം. അതെന്താണ്? അതിന്റെ ഭൗതികമായ സംഗതികളിലേക്ക് പോയാൽ കുറെ കാര്യങ്ങളുണ്ട്. അത് നീട്ടി വലിച്ച് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സ്ത്രീ അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും അവർ തിരിച്ചറിയാൻ വേണ്ടിയുമാകുന്നതാണ്. മുസ്ലിമത്താണെന്ന് തിരിച്ചറിയാനും ആക്രമിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. ഇപ്പൊ സ്ത്രീയുടെ നഗ്നത മറഞ്ഞില്ലെങ്കിൽ ആക്രമിക്കപ്പെടുമോ? പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ നഗ്നത കാണുന്നത് അയാളിൽ ചില പ്രേരണകൾ ഉണ്ടാക്കും. അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പൊ പുരുഷന്മാരല്ലേ നിയന്ത്രിക്കണം, എന്തിനാ സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് എന്ന്. പുരുഷന്മാരുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ സ്ത്രീകളെ പോയി ആക്രമിക്കുന്നതാണോ? അല്ല. നമ്മളെന്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വാതിൽ പൂട്ടി പോണത്? ലോകത്തെല്ലാ മനുഷ്യരും നമ്മുടെ അയൽവാസികളൊക്കെ കള്ളന്മാരായതുകൊണ്ടാണ്? അല്ല, സമൂഹത്തിൽ കള്ളന്മാരുണ്ട് എന്ന്. നമ്മൾ നമ്മുടെ സമ്പത്ത് സുരക്ഷിതമായി എടുത്തു വെക്കുന്നത് എന്തിനാ? അത് കവർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അതന്നെയാണ് സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം. പുരുഷനാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കേണ്ടതില്ല. എത്രയോ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. മതം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ വേഷവിധാനം അവളുടെ ശരീരം മുഴുവൻ മറയുന്നതായിരിക്കണം എന്ന് പഠിപ്പിച്ചു. നമ്മൾ പലപ്പോഴും ഇതിനെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. പുതിയ ഒരു സാഹചര്യത്തിൽ പുതിയ തലമുറയുടെ വേഷവിധാനം പലപ്പോഴും മുതിർന്ന ആളുകളും അതിന് വകവെച്ചു കൊടുക്കുന്നു. ഒരു സ്കാർഫ് ഉണ്ടായാൽ മതി, പിന്നെ ബാക്കിയൊന്നും നോക്കേണ്ടതില്ല അല്ലേ? പാൻസ് പുരുഷന്മാരെ പോലെ പാൻസും ഷർട്ടും ധരിക്കും. എന്നിട്ടോ തന്റെ ദീനാണ്, മുസ്ലിമാണെന്ന് പ്രകടമാക്കാൻ ഒരു തലയിൽ ഒരു ചെറിയ തുണിക്കഷ്ണം ചുറ്റിവെക്കുന്നു. ഇതല്ല ദീൻ. മതമെന്ന് പറഞ്ഞാൽ അവളുടെ ശിരോവസ്ത്രം മാറിലൂടെ താഴ്ത്തിയിടുന്നതാണ്. ശിരോവസ്ത്രം. ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകൾ വ്യക്തമാകാത്ത വിധം എന്താണ് ലൂസായിട്ടുള്ള വസ്ത്രമാണ് ഒരു സ്ത്രീ ധരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിൻഫാനില മറഹുമാ, രണ്ടാളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിലാണ്. അങ്ങനെ തന്നെ വേറെ ഹദീസ് കാണാം. എന്താണത്? ഒരു വിഭാഗം റിജാലും ബിഐദീഹിം സുയാത്തുൻ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളോട് അക്രമം കാണിക്കുന്ന പുരുഷന്മാർ. അവരുടെ കയ്യിൽ അധികാരത്തിന്റെ ചാട്ടവാറുകളുണ്ട്. അതുകൊണ്ട് അവർ ജനങ്ങളെ ഉപദ്രവിക്കുന്നു. ആ ആണുങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടാവൂല. സ്വർഗത്തിൽ നബി കാണാത്ത ആളുകൾ നരകത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ. മറ്റുള്ള
മറ്റുള്ളവനെ ആക്രമിക്കാം. സമ്പത്തുമ്മ വാക്കുകൊണ്ട് കൈകൊണ്ട് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, ശരീരത്തെ വേദനിപ്പിച്ചാൽ അയാൾ നരകത്തിലാണ്. രണ്ടാമത്തെ വിഭാഗം പ്രവാചകൻ പറഞ്ഞെന്തറിയോ? വേഷം ധരിച്ച, ശ്രദ്ധിക്കണം, വസ്ത്രം ധരിച്ച സ്ത്രീകൾ, പക്ഷെ അവർ നഗ്നകളാണ്. ഒന്നുകിൽ ശരീരം പുറത്ത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ വേഷം ധരിക്കുന്നതും വേഷം ധരിക്കാത്തതും ഒരുപോലെയായിരിക്കും. ചാഞ്ഞും ചെരിഞ്ഞും ഒട്ടകത്തിന്റെ മുകളിലെ പൂഞ്ഞ പോലെ പ്രവാചകൻ പറഞ്ഞു. ഹദീസിലെ പ്രയോഗമാണ് പ്രയോഗം. അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള ശിക്ഷ എന്താണ്? സഹോദരിമാർ പ്രത്യേകം കേൾക്കണം. നമ്മുടെ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഭാര്യമാരെയും നമ്മൾ പഠിപ്പിക്കണം. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവസാനിക്കുന്നില്ല. അവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിന് എത്ര ദൂരമുണ്ടെന്നറിയോ? ഒരു ഹദീസിൽ പറഞ്ഞു 100 കൊല്ലം യാത്ര ചെയ്യാവുന്ന ദൂരത്തിൽ നിന്നാണ്. വേറെ റിവായത്തിലുള്ള 500 കൊല്ലം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരം എത്രയാണോ അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം ഉണ്ടാവുന്നു. അഥവാ സ്വർഗത്തിന്റെ അത്രയും അപ്പുറത്ത് നിൽക്കേണ്ടി വരും. നമ്മുടെ സുഹൃത്തുക്കളെ, ആർക്കു വേണ്ടിയാണ് നമ്മൾ മതം ഉപേക്ഷിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇസ്ലാമിക സംസ്കാരത്തെ കൈയൊഴിയുന്നത്? അല്ലെ, ഈ റീലുകളിലും ഈ വീഡിയോകളിലും ഈ സിനിമകളിലും കാണുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തണോ? എന്നിട്ട് നമ്മളിങ്ങനെ വിലപിക്കാണ്, മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നഷ്ടപ്പെട്ടോ, മുസ്ലിങ്ങൾക്ക് പ്രതാപമില്ലാതായി, എല്ലാ ശത്രുക്കളും നമ്മുടെ മേൽ മേഞ്ഞടക്കാണ്. നമ്മൾ ദീനിയാകണം, നമ്മൾ മതം പാലിക്കണം. അല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പ്രഖ്യാപിക്കാൻ ഓരോ പുരുഷനും കഴിയണം. ഞാനൊരു അഭിമാന ബോധമുള്ള മുസ്ലിമത്താണെന്ന് പറയാൻ, ഞാൻ ഹിജാബിയാണെന്ന് പറയാൻ, ഞാൻ ഈമാനിയാണെന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് സാധിക്കണം. അതിൽ അഭിമാനം കൊള്ളണം. ലോകത്തിന്റെ ഏതു മേഖലകളിൽ എത്തിപ്പെടാനും ഇസ്ലാം ഒരു തടസ്സമല്ല, മതത്തിന്റെ വേഷം ഒരു തടസ്സമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ ഏതു കോണിലെത്തിപ്പെട്ടാലും ഞാനൊരു മുസ്ലിമായി ഇസ്ലാമിക ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിക സംസ്കാരങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് മതനിയമങ്ങളെ ലംഘിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂറത്തു നിസായിലെ 14-ാമത്തെ ആയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ധിക്കാരം പ്രവർത്തിക്കുന്നവൻ, അല്ലാഹുവിന്റെ നിയമങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മറികടക്കുന്നവൻ, അവനെ നാം ശാശ്വതമായ നരകത്തിൽ പ്രവേശിപ്പിക്കും. അവൻക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.